നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ലിമൻ ഹാദൽ ഖബറു ലിമൻ ഹാദൽ ഖബറു, ആർക്ക് വേണ്ടിയാണ് ഖബർ കുഴിക്കുന്നത് സഹാബ? ഇതാരുടെ ഖബറാണ്, ആരുടെ ഖബറാൻ? ഫഖാലൂ ലിറജുലിൻ മിനൽ ഹബശ, സഹാബത്തുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ നബിയേ, അങ്ങ് എത്യോപ്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇസ്ലാം മതം പുൽകാൻ വന്ന വ്യക്തിയില്ലയോ? ഇസ്ലാം മതം അവിടുത്തെ കൈപിടിച്ചുകൊണ്ട് പുൽകിയ വ്യക്തിയില്ലയോ? അദ്ദേഹം മരണപ്പെട്ടു പോയി നബിയേ, മരിച്ചുപോയി നബിയേ. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഖബർ കുഴിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറഞ്ഞപ്പോ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അവിടെ വെച്ചുകൊണ്ട് അനുയായികൾക്ക് മുമ്പാകെ പറഞ്ഞു കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സിഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരിലാഹുമില്ല. ആശ്ചര്യത്തിന്റെ വചനം പ്രവാചകനെ പറയുകയാണ്, വല്ലാത്തൊരു അതിശയമാണ്. നബി തങ്ങൾ പറയുകയാണ്, സഹാബത്തെ സഹാബത്തെ, സിഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. അങ്ങകലെ എത്യോപ്യയിൽ ജനിച്ച് കളിച്ചു വളർന്ന മനുഷ്യനാണ്. മരണം അടുത്ത സമയത്ത്, മരണം വിതയ്ക്കുന്ന സമയമായപ്പോ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ പിടിമുറുക്കേണ്ട സമയമായപ്പോ, ആ മനുഷ്യൻ ഇതാ മദീനയിലേക്ക് കടന്നു വരികയാണ്. എന്റെ കൈക്ക് പിടിക്കുകയാണ്, ഇസ്ലാം മതം പുൽകുകയാണ്. ഈ മദീനത്തെ മണ്ണിൽ മറവടപ്പെടാൻ അദ്ദേഹത്തിന് തൗഫീഖ് കിട്ടുകയാണ്. സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് ഈ പവിത്രമായ മദീനയിൽ നിന്നാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ എവിടെ നിന്നാണോ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് അവിടെയായിരിക്കും അവന്റെ ഖബർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മണ്ടൂരിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കണ്ണൂരിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ, സഹോദരിമാരെ പഠിക്കണം. മനസ്സിലാക്കേണ്ട വസ്തുത, നമ്മുടെ മഹല്ല് മണ്ടൂര് മഹല്ലാണ്. അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഖബർസ്ഥാന് ചൂണ്ടിയിട്ട് എന്റെ ഉപ്പയടങ്ങിയിട്ടുള്ളത് ഇവിടെയാണ്, എന്റെ എളാപ്പടങ്ങിയിട്ടുള്ളത് ഇവിടെയാണ്, എന്റെ എളാമയും കൊച്ചുമ്മയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഇവിടെയാ. അതുകൊണ്ട് എന്റെയും ഖബർ ഇവിടെയാകുമെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റൂല. കാരണം നമ്മൾ എവിടെയാണ് അടക്കം ചെയ്യുന്നതെന്ന് പടച്ചറബ് തീരുമാനിക്കും. നീ എവിടെയാണോ ഖബർ തീർക്കുന്നത് അവിടെ നിന്നാണ് നിന്നെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്യോപ്യയിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ മദീനയിൽ വന്ന് മറവാടുന്നു. മദീനയിലാണ് അദ്ദേഹത്തിന്റെ ഖബർ. ചിന്തിക്കണം. നമ്മൾ എത്ര കുടുംബാദികളുണ്ട് ഹജ്ജിന് വേണ്ടി പോയവർ, ഉംറയ്ക്ക് വേണ്ടി പോയവർ. അല്ലാഹുവിന്റെ ഹജ്ജും ഉംറയും സ്വീകരിക്കുമാറാവട്ടെ. റാഹത്തായ നിലയിൽ മർദിയായ സിയാറത്ത് നടത്തി സംതൃപ്തകരമായ രീതിയിൽ തിരിച്ചു വരാൻ അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. എത്ര ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. മക്കയിൽ ജന്നത്തുൽ മുഅല്ലയിൽ ഖബറടക്കം ചെയ്യപ്പെട്ടവരുണ്ട്. മദീനയിൽ ജന്നത്തുൽ ബഖീയിൽ ഖബറടക്കം ചെയ്യപ്പെട്ടവരുണ്ട്. ചിന്തിച്ചു നോക്ക്. അവർക്ക് അവരെ സൃഷ്ടിക്കാൻ അല്ലാഹു മണ്ണെടുത്തിട്ടുള്ളത് അവിടെ നിന്നാണ്. അവിടെയൊക്കെ മരിക്കാന്ന് പറഞ്ഞാൽ ചെറിയ തൗഫീഖല്ല കേട്ടോ, ചെറിയ തൗഫീഖല്ല. ഹജ്ജിന് വേണ്ടി പോകുന്ന വേളയിൽ മരിക്കുക, ഇറങ്ങിയ സമയത്ത് തന്നെ മരിക്കുക, ഇല്ലെങ്കിൽ ഹറമിൽ എത്തിയിട്ട് മരിക്കുക, ശേഷം നാട്ടിൽ വന്നിട്ട് മരിക്കുക. ഇതിനൊക്കെ കൂലി പ്രത്യേകം നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസാണ് ഇതൊക്കെ, ഹദീസാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറജ മിൻ ബൈതിഹി ഹാജ്ജൻ ഔ മുഅ്തമിറാ ثم مات ഉജ്റ ലഹു മിസ്ലുൽ ഹാജ് വൽ മുഅ്തമരി ഇലാ യൗമിൽ ഖിയാമ.
പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയോ ഉംറയ്ക്ക് വേണ്ടിയോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയ മനുഷ്യൻ അവൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ടേയുള്ളൂ, ആക്സിഡന്റിൽ പെട്ടുകൊണ്ടോ ഹൃദയാഘാതം വരുത്തുകൊണ്ടോ അവൻ മരണപ്പെട്ടു പോയവനാണ് എങ്കിൽ ഏത് രീതിയിൽ അവൻ മരിച്ചു കൊള്ളട്ടെ, ആത്മഹത്യയല്ലാതെ സ്വയമേ മരണമാണ് അവന് സംഭവിച്ചതെങ്കിൽ ഉജ്റ ലഹു മിസ്ലുൽ ഹജ്ജ് വൽ മുഅ്തമരി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ വർഷാവർഷം ഹജ്ജ് ചെയ്തവരുടെ പട്ടികയിലേക്ക് അല്ലാഹുവിന്റെ പേരുകളെ രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. ഹജ്ജിന് വേണ്ടി ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി, യാത്ര ചോദിച്ചിറങ്ങിയതാണ്. ഉംറയ്ക്ക് വേണ്ടി പോയി, ഇനിയിപ്പോ ഉംറയുടെ സീസണാ, മുഹറം മുതൽ അങ്ങനെ ഇറങ്ങാൻ ഇഹ്റാം ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് ആക്സിഡന്റിൽ അല്ലെങ്കിൽ അവിടെ എത്തിയില്ല, ഹറം എത്തുന്നതിന് മുമ്പായിട്ട് മരണപ്പെട്ടു പോയി. മംഗലാപുരത്ത് അല്ലെങ്കിൽ കോഴിക്കോടേക്ക് അവൻ എയർപോർട്ടിലേക്ക് എത്തുന്നതുള്ളൂ, അതിനു മുമ്പ് മരണം സംഭവിച്ചു പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ മരണിച്ചു കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന കൂലി നീ വിഷമിക്കണ്ട. ഉജ്റ ലഹു മിസ്ലുൽ ഹജ്ജ് വൽ മുഅ്തമരി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം അള്ളാഹുവിന്റെ ലിസ്റ്റിൽ രേഖപ്പെടുത്തും. സഹോദരി പഠിച്ചു വെക്ക്, ചെറിയ കൂലിയല്ല. നിയ്യത്ത് വെക്ക്, ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെക്ക്, ഹജ്ജിന് വേണ്ടി അടുത്ത കൊല്ലം എനിക്ക് പോകണമെന്ന് നിയ്യത്ത് വെക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നീ അവിടെ എത്തിയിട്ട് മരിച്ചു, മക്കത്തോ മദീനത്തോ വെച്ച് മരിച്ചു. ആ സ്ഥലം പറഞ്ഞപ്പോ ഇതുകൂടി അങ്ങ് പറഞ്ഞേക്കാന്ന് കരുതിയിട്ടാണ്, ഇല്ലെങ്കിൽ ഇത് വേറെ വിഷയമാണ്. മക്കയെ മദീനയൊക്കെ വിശദീകരിക്കണമെങ്കിൽ 2 ദിവസം വേണം, ആയത്തും ഹദീസും അങ്ങോട്ട് പോകും. അവിടെ എത്തി, ഹറമിലെത്തി, മക്കയിലോ മദീനയിലോ ഇത് ഹറമുകൾ വെച്ച് ആരെങ്കിലും മരിച്ചാൽ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ മാത ഫീ അഹദിൽ ഹറമൈൻ ലം യുറദ് ലഹും ഇലൽ ഹിസാബ് ഫഖീല ലഹും ഉദ്ഖുലുൽ ജന്ന. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരവനെ പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ ഹജ്ജിന് വേണ്ടിയോ ഉംറയ്ക്ക് വേണ്ടിയോ പോയിക്കൊണ്ട് ഇരു ഹറമിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മണ്ടൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ ചിന്തിക്കണേ, പരിശുദ്ധമായ മക്കയിലോ പവിത്രമായ മദീനയിലോ വെച്ച് മരിച്ചാൽ ലം യുറദ് ലഹും മിനൽ ഹിസാബ്, അവരെ ഹിസാബിലേക്ക് അല്ലാഹു കൊണ്ടുപോകുകയില്ല. ഫഖീല ലഹും ഉദ്ഖുലുൽ ജന്ന, അവരോട് പറയപ്പെടുമത്രേ സ്വർഗത്തിൽ കടക്കൂ, സ്വർഗത്തിൽ പ്രവേശിക്കൂ. അവരെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വാതാനങ്ങൾ തുറന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കടത്തുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 490 കോടി ജനങ്ങളെ വിചാരണയില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തും സാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 490 കോടി ജനങ്ങളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തും സാബ. അള്ളാഹുവിന്റെ കത്തിച്ചൊരിക്കുന്നതാകുന്ന സൂര്യൻ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട്, കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണയ്ക്ക് വിധേയാക്കാതെ അവനെ ഇതാ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തുമേ. ആ കൂട്ടത്തിൽ ആദ്യമായി കിടക്കുന്നത് ഹജ്ജിന് വേണ്ടിയോ ഉംറയ്ക്ക് വേണ്ടിയോ മക്കയിലോ മദീനയിലോ എത്തിയവനാണ്. ആ പവിത്രമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് അസുഖബാധിതരായി മരണപ്പെടുകയാണ്, സുഖമില്ലാതെ മരിക്കുകയാണ്, അസുഖബാധിതരായിട്ട് മരിക്കുകയാണ്, ആക്സിഡന്റിൽ പെട്ട് മരിക്കുകയാണ്, പ്രയാസമാണ്, അവന് ഹിസാബില്ല, ഹിസാബില്ല. ഫഖീല ലഹും ഉദ്ഖുലുൽ ജന്ന, അവരോട് പറയുമത്രേ കടന്നുകൊള്ളുക, കടന്നുകൊള്ളുക, മടിച്ചു നിൽക്കണ്ട, സ്വർഗമിതാ നിങ്ങൾക്ക് റെഡി, സ്വർഗത്തിലേക്ക് കടത്തും സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് മക്ക മദീന, അതിന്റെ ശ്രേഷ്ഠത വേറൊന്നുമല്ല. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, മൻ അറാദ അയ്യുമീത ബിൽ മദീന ഫൽയുമിത് ഫീഹാ ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു സദഖ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തേ, സഹാബത്തേ, ആരെങ്കിലും മദീന
മദീനയിൽ വെച്ച് മരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല്യുമിത ഫിഹാ, ആ മദീനയിൽ മരിക്കട്ടെ. ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു, ഞാൻ അവനെ ശുപാർശകനാണ്, അവനെ സ്വർഗത്തിൽ കടത്തുമേ, അവനെ ശുപാർശ ചെയ്തുകൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിൽ കടത്തുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അത് മദീന, മക്ക, ഇതിന്റെയൊക്കെ ശ്രേഷ്ഠത അതാണ്. അവിടെ വെച്ച് മരിക്കുക. ആ മദീനയുടെ മണ്ണിലാണ് ഹബിഷ്യക്കാരനായ എത്യോപ്യക്കാരനായ മനുഷ്യൻ മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈക്ക് പിടിച്ച് അവിടെ വെച്ച് മരിക്കുക. നബി തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലത്തി ഖുലിഖ മിൻഹാ. അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഈ മണ്ണിൽ അദ്ദേഹം ഖബർ തീർത്തുവെങ്കിൽ തീർച്ച അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് ഈ പവിത്രമായ മദീനയിലെ ഈ ജന്നത്തുൽ ബഖീന്റെ ഖബർസ്ഥാനിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാ എൻ്റെ മാമ അവിടെ മരിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മാവ മരിച്ചിട്ടുണ്ട്, എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയത് അവിടെയാണ്. സഹോദര, നീ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, അവരെ സൃഷ്ടിക്കാൻ അള്ളാഹു മണ്ണെടുത്തിട്ടുള്ളത് അവിടെ നിന്നാണ്. ചിന്തിച്ചോ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം അള്ളാഹു നമുക്ക് നൽകട്ടെ. ചെറിയ വിഷയമല്ല. ഹജ്ജ് ഉംറയും കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്ന വീണ്ടും അവന് കൂലി. 100 ദിവസത്തിനുള്ളിൽ മരിച്ചാൽ അവന് ഷഹീദിന്റെ കൂലി. ഹദീസ് പറഞ്ഞ അങ്ങനെ അങ്ങനെ പോകും. ഹദീസ് ഓതി വേറെ വിഷയവും. ഹദീസൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ മാത ഖീബ റമളാൻ ഔ ഖീബ ഉസ്വിൻ ഔ ഖീബ ഹജ്ജിൻ മാത ഷഹീദാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവൻ പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞിട്ടോ ഒരു ധർമ്മ സമരത്തിനുടനെയോ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന് ശേഷമോ ഏതെങ്കിലും വ്യക്തി മരിച്ചാൽ, ഏതെങ്കിലും സഹോദരൻ മരിച്ചാൽ, ഏതെങ്കിലും സഹോദരി മരിച്ചാൽ മാത ഷഹീദ, ഷഹീദിന്റെ പദവിയാണ് അവർക്കുള്ളതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ഉംറയുടെ ശ്രേഷ്ഠതയാണ് അതൊക്കെ. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് വേഗം മരിക്കുക. വേഗം തന്നെ മരിച്ചു. ഒരു ചെറിയ അസുഖം വന്നു, ചെറിയ പനിയായിരുന്നു, പെട്ടെന്ന് തന്നെ മരിച്ചു. റമദാൻ കഴിഞ്ഞു ഉടനെ, റമദാൻ 30 അദ്ദേഹം പള്ളിയിൽ തറാവീഹ് അടക്കം നിസ്കരിച്ചിട്ട് ഇബാദത്ത് എടുത്ത വ്യക്തിയാണ്. റമദാൻ കഴിഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം മരിച്ചു. പെരുന്നാളിനെന്നാ മരിക്കുന്നത്. ഓ, പെരുന്നാളിനെന്ന് മരിച്ചുപോയി. സഹോദര, നീ മനസ്സിലാക്കി, അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത തൗഫീഖാണ്. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അഖിലവും പൊറുക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഷഹീദിന്റെ പദവിയുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളിങ്ങനെ ഒരു കളിമണ്ണ് ജീവിക്കുന്നത് പോലെ നമ്മൾ വെറുതെ ഒരു പാഴായ ഒരു ജീവിതമാണ്, ആർക്കും വേണ്ടാത്തൊരു ജീവിതമാണ്. നമസ്കാരമില്ല, ഇബാദത്തില്ല, നോമ്പില്ല, സകാത്തില്ല, ഹജ്ജില്ല, അമലില്ല, ഒന്നുമില്ല, ഒരു സൽക്രമവും ഇല്ല നമ്മുടെ ജീവിതത്തിൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ എല്ലാം ഉണ്ടെന്നുള്ള ഒരു ധാരണ നമുക്ക് വന്നുപോയി. വലിയ അമൽ ചെയ്തവരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ചിന്ത അതാണ്. വിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه. പരിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ ഞാൻ ചെയ്യുന്നത് മുഴുവനും വലിയ അമലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മുഴുവനും ജനങ്ങളോട് പറഞ്ഞു നടക്കുന്നവരെ, പറഞ്ഞു പരത്തുന്നവരെ, നിങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അവർക്ക് റബ്ബിന്റെ ദൃഷ്ടാന്തത്തെ കളവാക്കുന്നവരാണ്. അവർ ആഖിറത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ചുള്ളതായ ഒരു ചിന്തയുമില്ല, ഒരു ബോധവുമില്ല. ഉലൈക അല്ലദീന കഫറൂ ബിആയാ
ربهم ولقائه. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരാണവർ. പ്രളയബാധിതകൾ അവരുടെ മുന്നിൽ അല്ലാഹു നൽകുകയാണ്. വീടില്ലാതെ പലരെയും അല്ലാഹു കഷ്ടപ്പെടുത്തുകയാണ്. 25,000-ഓളം ആളുകളുടെയാണ് വീടുകളെ പരിപൂർണമായി തകർന്നടിഞ്ഞത് ഈ കേരളക്കരയിലെങ്കിൽ അത് മുഴുവനും കണ്ണോട് കണ്ടിട്ട് നേരിട്ട് മനസ്സിലാക്കിയിട്ട് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ സർവ്വതും മനസ്സിലാക്കിയ മുഅ്മിനേ, എന്നിട്ടും അവൻ അഹന്ത വെക്കുകയാണ്, എന്നിട്ടും അവൻ പലിശയുമായി ബന്ധപ്പെടുകയാണ്. ഈ ദുന്യവിയായ ജീവിതവുമായി കെട്ടിപ്പെടുന്നുകൊണ്ടാണ് നിന്റെ ജീവിതമെങ്കിൽ ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി. നാളെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമെന്നുള്ള ചിന്ത അവന്റെ മനോമുഖരത്തിലില്ല. അല്ലാഹുവിനെ കാണുമെന്നുള്ള ചിന്ത അവന്റെ മനസ്സിലില്ല. ഇല്ലാതായി പോയി. ആരുടെ മനസ്സിലുള്ള? നമ്മുടെ മനസ്സിലുണ്ടോ? ഹിസാബ് ഉണ്ടാകുമേ എന്ന് ഒരു വ്യക്തിയോട് ഒരു ഉസ്താദ് പറഞ്ഞപ്പോ പറയാണ്, ഹിസാബൊക്കെ നമ്മൾ പറഞ്ഞോളാന്ന് പറയാം. പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയോട് ഇങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ വലിയ ഹിസാബ് നേരിടുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം മൂല്യരോട് പറയാം, എന്താ പറയാ, ഹിസാബല്ലേ നമ്മൾ നേരിട്ടോളാം, വിഷയമൊന്നുമില്ല, ടാറ്റ. എന്താണ് ഇവന് ഹിസാബ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്? ഹിസാബിനെ അത്ര വില കുറച്ച് കാണാൻ അതൊന്നൊരു വിഷയമല്ല, അതൊന്നൊരു വിഷയമല്ല. അങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരും റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമത്രേ. സ്വഹീഹുൽ ബുഖാരി അഹ്ശറയിൽ പേടിച്ച് വരണ്ടിട്ട് അള്ളാഹിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുക, രക്ഷപ്പെടുത്താൻ വേണ്ടി അവരവരുടെ സമുദായത്തെയും സ്വന്തം ശരീരത്തെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി സുജൂദിൽ കിടക്കുമ്പോ മുത്തുനബിയുടെ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ പറയാണ്, എനിക്ക് ഹിസാബിന് പേടിയില്ല, എനിക്ക് വിഷയമില്ല, ഞാൻ നേരിട്ടോളാം, മറുപടി പറയാൻ റെഡി എന്ന് പറയാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സൂക്ഷ്മത വെക്കുന്ന സ്വാലിഹികൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത കൈവടിഞ്ഞു പോയി. ചിന്തയില്ല, നമുക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ഓരോ ആദം സന്തതികളുടെ അടുക്കലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. 5 മലക്കുകളെ മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്തേക്ക് അല്ലാഹു പറഞ്ഞേക്കും. മുഹമ്മദ് റസൂലുള്ളാഹി ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. 5 മലക്കുകൾ കടന്നു വരും നമ്മുടെ അടുക്കലേക്ക്. എപ്പോഴാണത്? ഫീ സിയാഖിൽ മൗത്ത്, തൊണ്ടക്കുഴിയിൽ നമ്മുടെ റൂഹത്ത് നിൽക്കുന്ന സമയത്താണ്. അല്ലാഹു ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. മരിക്കണ്ടേ മരിക്കണ്ടേ മരിക്കുന്നുള്ള ചിന്തയില്ലേ, മരിക്കുന്നുള്ള ചിന്തയില്ലേ നമുക്ക്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. എപ്പോഴും ദുആ ഇരക്കേണ്ടതാണ്, എപ്പോഴും ദുആ ഇരക്കേണ്ടതാണ്. ഈമാൻ നിലനിർത്തി തരാൻ വേണ്ടി എപ്പോഴും ദുആ ഇരക്കേണ്ടതാണ്. വിധങ്ങൾ പഠിപ്പിച്ചതല്ലേ നമ്മളോട്. 5 മലക്കുകൾ കടന്നു വരും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫയഅതീഹി മലക്കുൽ അവ്വൽ വറൂഹുഹു ഫിൽ ഹുൽഖൂം. ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ്, തൊണ്ടക്കുഴിയിലാണ്. فيأتيه ملك الأول وروحه في الحلقوم. ആത്മാവ് തൊണ്ടക്കുഴിയിൽ നിൽക്കുന്ന സമയത്ത് ഒന്നാമത്തെ മലക്ക് അവന്റെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഫയസ്അലു ലഹു
അവനോട് ആ മലക്ക് വിളിച്ച് ചോദിക്കുമത്രേ, യബ്ന ആദം ഐന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ ലൗം, യബ്ന ആദം ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ലൗം, യബ്ന ആദം ഐന അഹ്ലുക വഖറാബതുക വമാ ഔഹശക മിൻഹുമുൽ ലൗം. മരിച്ചു കിടക്കുന്നതായ, മരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നതായ മനുഷ്യനോട്, തൊണ്ടക്കുഴിയിൽ ആത്മാവത്തിൽ നിൽക്കുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്. അവനോട് വിളിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, ആദമിന്റെ പൊന്നുമോനെ, ആദമിന്റെ പൊന്നുമോനെ, ഐന ബദനുകൽ ഖവീ, നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ? വമാ അളഅഫഹുൽ ലൗം, ഇന്ന് ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താണ്? നീ ദുനിയാവിൽ കള്ള് കുടിച്ചവനല്ലയോ, ലഹരി നുണഞ്ഞവനല്ലയോ, ബീഡി വലിച്ചവനല്ലയോ, സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ടൗണിലൂടെ നടന്നവനല്ലയോ, പന്ത് കളിച്ചവനല്ലയോ, ജനങ്ങളെ താറടിച്ചവനല്ലയോ, അവനെ അടിച്ച് മലർത്താൻ തയ്യാറെടുത്തവനല്ലയോ, ആരോഗ്യം കൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചവനല്ലയോ, നമസ്കരിക്കാത്തവനല്ലയോ, നോമ്പ് പിടിക്കാത്തവനല്ലയോ, പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ നിന്റെ ജീവിതത്തിൽ നീ തയ്യാറെടുത്തിട്ടില്ല. പ്രളയത്തിന്റെ ദുരിതങ്ങളുടെ കയങ്ങളിൽ പെട്ടുകൊണ്ട് ജനകോടികൾ നിന്നിലേക്ക് കയ്യമർത്തുന്ന വേളയിൽ ആ പാവങ്ങളെ സഹായിക്കാൻ നീ എന്തേ തയ്യാറാകാതിരുന്നത്? വമാ അളഅഫഹുൽ ലൗം, നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താണ്? നിന്റെ ശരീരത്തെ നീ നശിപ്പിച്ച് കളഞ്ഞതെന്താണ്? ഇന്ന് നിന്റെ കൈകാലുകൾക്ക് ചലിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്തിൽ നിൽക്കുകയാണ്. നിന്റെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തപ്പെട്ടു പോയി. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ വവന്ന അന്നഹുൽ ഫിറാഖ والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى. ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ തെറിവിളിച്ചുകൊണ്ട് ഭാര്യയെ അടിച്ചമർത്തിയവനല്ലയോ, മക്കളെ ചീത്ത വിളിച്ചവനല്ലയോ, സുഖലോകനായി കഴിഞ്ഞതായ വ്യക്തിത്വമല്ലയോ, ഇതാ മരണത്തിന്റെ മുന്നിൽ നീ പഞ്ചപുഷ്പമടക്കിക്കൊണ്ടടങ്ങാതെ കിടക്കുകയാണ്. നിന്നെ മലക്കുകൾ വന്നുകൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ളതായ മലക്കുകൾ വന്നുകൊണ്ട് നിന്നെ വലതു ഭാഗത്ത് തമ്പടിച്ചുകൊണ്ട് നിന്നെ വലതു കാലിന് തള്ളവരിലൂടെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞവൻ, ഈ ദുനിയാവിൽ സിഗരറ്റ് വലിച്ചവർ, ഈ ദുനിയാവിൽ സിനിമകൾ കണ്ടുതീർത്തവർ, ഈ ദുനിയാവിൽ സ്ഥിരനടിമപ്പെട്ടവർ, ഈ ദുനിയാവിൽ മോശപ്പെട്ട ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടതിലെല്ലാം കൈകടത്തിയവര് അവസാന ശ്വാസം നിൽക്കുന്ന സമയം അവന്റെ വലതുകാലിലൂടെ ആത്മാവിനെ വേർപെടുത്തിയെടുക്കുകയാണ്. 500 മലക്കുകൾ കടന്നു വരികയാണ്. അതിൽ 50 മലക്ക് വീതം ഘട്ടം ഘട്ടമായി ആത്മാവിനെ അവന്റെ തൊണ്ടയിലേക്ക് പിടിച്ചുകൊണ്ടുവരികയാണ്. വീണ്ടും 250 മലക്കുകൾ ഇടതുകാലിന്റെ തള്ളവരെയുന്ന ഭാഗത്ത് തമ്പടിച്ചവർ. അതിൽ
50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായി ആത്മാവിനെ പിടിച്ചുകൊണ്ട് വരുകയാണ്. 500 മലക്കുകൾ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി ഇഞ്ചിഞ്ചായി അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ ആമാശയത്തിലൂടെ, അവന്റെ കഴുത്തിലേക്ക് ആത്മാവിനെ എത്തിക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുകയാണ്. കൂടെ പ്രത്യേകമായി 5 മലക്കുകളും ഇറങ്ങി വരുകയാണ്. അതിൽ ആദ്യത്തെ മലക്ക് അവനോട് ചോദിക്കുകയാണ്, ഐന ബദനുകൽ ഖൗഇ വമാ അലാഫഹുല്ലോ. ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നില്ലയോ, ദൃഢഗാത്രനായിരുന്നില്ലയോ, രാവിലെ സുബഹിയുടെ ബാങ്കിനെ അലാറമാക്കി വെച്ചുകൊണ്ട് കിലോമീറ്ററോളം ശരീരത്തിന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നടന്നതായ മണ്ടൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മയല്ലയോ സുബഹിയുടെ ബാങ്ക് അലാറമാക്കി എഴുന്നേറ്റുകൊണ്ട് സുബഹി നമസ്കരിക്കാതെ ജിംനേഷ്യത്തിൽ പോയി 3-4 മണിക്കൂറുകൾ കളിച്ചുകൊണ്ട് സിസ്പായ്ക്ക് വരുത്തിയതാകുന്ന സഹോദരനല്ലയോ, പന്ത് കളിച്ചുകൊണ്ട് നടന്നവരല്ലയോ, സിനിമാ പാട്ടുകൾ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് രാപ്പകലില്ലാതെ കേട്ടുകൊണ്ട് നടന്നവനല്ലയോ, ഇന്ന് നിനക്ക് എന്ത് പറ്റിയടാ? ഇന്ന് നിന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ, നിന്റെ ശരീരം അനക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഡോക്ടർ വന്നുകൊണ്ട് പറയുകയാണ്, നിന്റെ ഇടത് കൈയൊന്നുയർത്തണേ. പറ്റുന്നില്ല. നേഴ്സ് വന്നുകൊണ്ട് പറയുകയാണ്, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കണേ. കഴിയുന്നില്ല, സാധിക്കുന്നില്ല. തളർന്നു പോയിരിക്കുകയാണ്, അവന്റെ കൈകാലുകൾ തളർന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകളെ തല്ലിയതാകുന്ന കയ്യാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തല്ലിയ കയ്യാണ്, മകനെ ശകാരിച്ച കയ്യാണ്, ഉമ്മയെ ചവിട്ടിയ കാലാണ്. ഇന്ന് ആ കാല് ഉയർത്താൻ സാധിക്കുന്നില്ല. വമാ അലാഫഹുല്ലോ. എന്ത് പറ്റി? നിന്റെ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയതെന്താ? മലക്ക് വന്ന് ചോദിക്കും, മുഹമ്മദ് റസൂലുള്ളാഹി. എന്ത് മറുപടി പറയും? സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. എന്താണ് ആ അവസ്ഥ? അവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. രക്ഷപ്പെടാൻ വല്ല പഴുതുണ്ടോ? ഒരാളുണ്ട് രക്ഷിക്കാൻ. തൊണ്ടക്കുഴിയിൽ ആത്മാവ് വന്ന് നിൽക്കാൻ. അതാണ് ഖുർആൻ പറയുന്നത്. ആ സമയത്ത് അവൻ ചോദിക്കും, വഖീല മൻ റാഖ് വഖീല മൻ റാഖ്. ആരാണ് എന്നെ ഒന്ന് മന്ത്രിച്ചൂതാനുള്ളത്? എന്നെ ഒന്ന് വിഷമസ്ഥിതിയിൽ നിന്ന് ഒന്ന് കരകയറ്റാനുള്ളത് ആരാ? ചോദിക്കുക. ആരുമില്ല. ഒരാളെ രക്ഷപ്പെടുത്താനില്ല. ചിന്തിച്ചു നോക്ക്, എന്താണ് അവസ്ഥ? എന്താണ് അവസ്ഥ? നമുക്കിതൊന്നും ഒരു വിഷയമല്ലല്ലോ. നമ്മൾ എത്ര വാർത്തകളാണ് കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേട്ട വാർത്ത എന്താ? മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് സ്വന്തം സഹോദരന്റെ മകനെ വിളിച്ചുകൊണ്ടുവന്ന് ബൈക്കിലിരുത്തിയിട്ട് അവന്റെ തലയിൽ ഹെൽമറ്റ് ധരിപ്പിച്ചിട്ട് അവനെ കടലുണ്ടിപ്പുഴയുടെ മുകളിലെത്തി പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞു. എന്തിനു വേണ്ടി? സ്വന്തം സഹോദരനിൽ നിന്ന് പൈസ അടിച്ചെടുക്കാൻ. ആരാ ചെയ്തത്? മുസ്ലിം സഹോദരൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഷഹീൻ എന്ന പേരുള്ള ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അത്തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്യാൻ തോന്നുമോ? ചിന്തിച്ചു നോക്ക്. നിർബന്ധപൂർവ്വം അവരെ പിടിച്ചുകൊണ്ടുപോയി വളാഞ്ചേരിയിൽ കൊണ്ടുപോയി ഒരു സിനിമാ തിയേറ്ററിലെത്തി ഒരു തമിഴ് സിനിമയും കാണിച്ചു കൊടുത്തു. ഒരു സിനിമയും കാണി. അവൻ പറഞ്ഞു, എനിക്ക് സിനിമ ഒന്നും കാണണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും സമയം പോകണ്ടേ, രാത്രി ആയാലല്ലേ കൊണ്ട് എറിയാൻ പറ്റുള്ളൂ. കൊണ്ട് സിനിമയും കാണിച്ചു കൊടുത്തു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി? ഒരു 560 രൂപയ്ക്ക് ഒരു നല്ലൊരു ഷർട്ടും വാങ്ങിച്ചു കൊടുത്തു. അവന്റെ യൂണിഫോം മാറ്റിയിട്ട് ഈ ഷർട്ട് ധരിപ്പിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞു. ഇത് ഏത് മാസം? ദുൽഹിജ്ജ മാസം. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താ? മക്കളെ കിട്ടാതെ വിഷമിച്ച ബഹുമാനപ്പെട്ട ഒരു പ്രവാചകൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 86-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ കൺമണി
ഒരു വ്യക്തിയെ നൽകുന്നു. ഇസ്മായിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ നൽകി. ആ മകൻ നടക്കാൻ പ്രായമെത്തിയപ്പോ ആ പൊന്നുമോനെ അറക്കാൻ പറഞ്ഞപ്പോ പടച്ചറബിന്റെ കൽപ്പനയല്ലേ എന്ന് കരുതിയിട്ട്, അള്ളാഹുവിന്റെ വേണ്ടുകയല്ലേ എന്ന് കരുതിയിട്ട് പരിപൂർണമായി ത്യാഗം വരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിനയുടെ താഴ്വാരത്തേക്ക് കൊണ്ടുവന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ തുനിഞ്ഞപ്പോഴും പടച്ചറബ് പറഞ്ഞു, ഒരു നരബലി ഇവിടെ വേണ്ട, പകരം നീ ഒരു മൃഗബലി അറുത്തുകൊള്ളുക. ഹാബീൽ അലൈഹി സ്വലാത്തു വസ്സലാം പണ്ട് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചതാകുന്ന ആടിനെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിക്കൊടുത്ത അള്ളാഹു അതിന് പകരമാക്കി. അതേ മാസത്തിൽ തന്നെ സ്വന്തം സഹോദരന്റെ കുട്ടിയെ കൊണ്ടുവന്ന് കായലിലേക്ക് വലിച്ചെറിഞ്ഞു, പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. അതൊക്കെ വായിക്കേണ്ട ഒരു അവസ്ഥ നമ്മളുണ്ടായല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ പോയി ഈ സമൂഹം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ മരിച്ചു കഴിഞ്ഞ് നമ്മൾ അള്ളാഹുവിന്റെ ദർബാറിൽ ചെന്ന് നിൽക്കുമ്പോ ഓരോ കാര്യങ്ങളെ പറ്റിയും അള്ളാഹു ചോദിക്കുകയാണ്. നിന്റെ ആയുസ്സിൽ നീ എത്ര നന്മ ചെയ്തു, നിന്റെ ആയുസ് കൊണ്ട് നീ എന്തൊക്കെ നന്മ ചെയ്തു, എല്ലാം ചോദിക്കും. ഒരു കാര്യം അള്ളാഹു ഒഴിക്കൂല. മുഴുവൻ പ്രവർത്തനങ്ങളും നീ ചെയ്ത സർവ്വ നന്മകളും തിന്മകളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പറഞ്ഞേ പറ്റുള്ളൂ. സെക്കൻഡായിട്ട് പറഞ്ഞു കൊടുക്കണം. ചിന്തിച്ചു നോക്ക്, ഈ ലോകം എവിടെ എത്തിപ്പോയി, എവിടെ എത്തിപ്പോയി? നാളെ നമ്മളും മരിക്കണ്ടേ? മരണത്തിന്റെ വേദന നമ്മൾ തിരിച്ചറിയണ്ടേ? ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മലക്കവനോട് വീണ്ടും ചോദിക്കുകയാണ്, യബ്ന ആദം ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണകൾ അയവിറക്കുന്ന നമ്മൾ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ ചര്യകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവരുന്നവരുണ്ടോ? ചിന്തിച്ചു നോക്ക്. ബക്കറ്റും കൊണ്ടുവന്നോളി, വേഗം കൊണ്ടുപോവാ. ബിസ്മില്ലാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും നല്ലൊരു സദക്ക നൽകി. നേരത്തെ ഓർമ്മപ്പെടുത്തി ഇവരുടെ നിയത്ത് തന്നെ പാവങ്ങളെ സഹായിക്കുക, കണ്ണീരൊപ്പ്. പ്രത്യേകിച്ച് ഈ വർഷത്തെ അവരുടെ നിയത്ത് നമ്മുടെ ഈ കേരളക്കരയിലുണ്ടായ പ്രളയബാധിതർക്ക്, സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്കും ഒക്കെ നല്ലൊരു തുക എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സംഭാവനകളെ ആരൊക്കെ സഹകരിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സംഭാവനകളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിയത്തോട് അള്ളാഹു സാധൂകരിച്ചു വരുമാറാവട്ടെ. എല്ലാവരും നല്ല രീതിയിൽ നൽകണം. നമുക്ക് അള്ളാഹു വലിയൊരു അനുഗ്രഹം നൽകി. കാരണം അത്തരത്തിലുള്ള ഒരു പ്രളയക്കെടുതിയിൽ നമ്മുടെ നാടിനെ അള്ളാഹു പെടുത്തിയില്ല. അതുകൊണ്ട് ആ ശുക്റിന് നന്ദി സൂചകമായ നിലയിൽ നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് സംഭാവന കൊടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത്തരത്തിലുള്ള ആപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെയും മുസ്ലിം സഹോദരങ്ങളെയും ഈ രാജ്യത്തെയും മുഴുവനും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരിമാരുടെ അടുത്തും വരും. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ സഹകരിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആരും വിഷമിക്കേണ്ട, വേഗം തീർക്കും. ഒരു 11-11:15 നമുക്ക് ദുആയിരക്കാം. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് കറക്റ്റ് ചെയ്യും. ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു സലാത്തിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. സഹോദരിയുടെ നിയത്തുകളെ നീ കബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലോപത്തുകളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള സർവ്വ അമ്പിയാക്കളുടെ ചര്യകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഈ ദുനിയാവിൽ നമ്മുടെ ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് സുഹൃതങ്ങൾ സാന്ദ്രവുമായി ഞാൻ ഉണർത്തുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഖംസും മിനൽ ഫിത്റ
5 കാര്യം അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ്. 5 കാര്യങ്ങൾ അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ്. വളരെ ശ്രദ്ധിക്കണേ, എല്ലാ അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ്, അവരുടെ സുന്നത്തിൽപ്പെട്ടതാണ്. നമ്മളും അത് ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 1 അൽ ഖിതാനോ, ചേല കർമ്മമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചേലാ കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ്. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, اختتن إبراهيم عليه السلام وهو ابن 80 سنة بالقدوم. 80 വയസ്സുണ്ടായ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഴുകൊണ്ട് ആ കർമ്മം നിർവഹിച്ചു അത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച അതേ സമയത്ത് തന്നെ അദ്ദേഹം ആ കർമ്മം നിർവഹിച്ചു. മഴുകൊണ്ടാണത് നിർവഹിച്ചത് എന്ന് പരിശുദ്ധ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്നു. വിധങ്ങൾ പറയുന്നു, ചിന്തിച്ചു നോക്ക്. ഖിതാൻ മാർക്കം അങ്ങനെ പറയും. ചേലാകർമ്മം ഓരോ നാട്ടിലും ഓരോ വർത്തമാനമുണ്ട്. ഇവിടെ എന്താ പറയാ? മാർക്കം എന്നാണ് അറിയാം. ഷാഫി മദ്ഹബ് പ്രകാരം പുരുഷനും സ്ത്രീക്കും നിർബന്ധമായ ഒരു കർമ്മമാണത്. നിർബന്ധമായ ഒരു കർമ്മമാണ്. വളരെ ശ്രദ്ധിക്കണേ, മസ്അലയാണ് ഈ പറയുന്നത്. ഷാഫി മദ്ഹബ് പ്രകാരം പുരുഷനും സ്ത്രീക്കും നിർബന്ധമായ കർമ്മമാണ്. ഹനഫി മദ്ഹബ് പ്രകാരം സ്ത്രീകൾക്ക് അതിശക്തിമത്തായ സുന്നത്തായ കർമ്മമാണ്. ഞാൻ പറയുന്ന ഒരു മസ്അലയാണ്, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ രീതിയിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യും, അത് വേണ്ട. ഒരു 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനെയാണ് ശർഅ് കൂടുതൽ മുൻഗണന നൽകിയിട്ടുള്ളത്. പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നതിനെ കറാഹത്തായിട്ട് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അതൊക്കെ വളരെ സൂക്ഷ്മതയാണ്. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടായിട്ട് കുട്ടിക്ക് പ്രയാസകരമാകാം, അതുകൊണ്ടാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വനതുഫുൽ ഇബ്തി, കക്ഷരോമങ്ങൾ നീക്കം ചെയ്യലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ മാസത്തിലും ഈ സമയത്തും അത് പറഞ്ഞു കൊടുക്കൽ അനിവാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യയിൽപ്പെട്ടതാണ്, അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതായി നബി തങ്ങൾ എണ്ണിയതാണ് കക്ഷരോമങ്ങൾ നീക്കുക. ഉലമാക്കൾ എണ്ണുന്നു 40 ദിവസത്തിനുള്ളിൽ കക്ഷരോമവും ഗുഹ്യരോമവും ഒക്കെ നീക്കാത്തവന്റെ ദുആഇന് ഇജാബത്ത് ഉണ്ടാവൂല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവൂല. മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഈ വാദമൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയം ഒന്നും സൂചിപ്പിച്ചില്ലല്ലോ, ഇത് പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്. ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം മയ്യത്ത് കുളിപ്പിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ് ചിലരുടെയൊക്കെ അവസ്ഥ. കക്ഷത്തിങ്ങനെ കാട് പോലെ ഇങ്ങനെ മുളച്ചിരിക്കുക, കൈ അങ്ങോട്ട് കൊണ്ടുപോകാൻ തോന്നൂല, ശരിക്കും വൃത്തിയായി കുളിപ്പിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥ. ശരിയല്ലേ? കാരണം ജനിച്ചിട്ട് പ്രായപൂർത്തി എത്തിയ തലം മുതൽ ഒരു 50-60 വയസ്സുവരെ വെട്ടാത്ത നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? ചിന്തിച്ചു നോക്ക്. വനതുഫുൽ ഇബ്തി, കക്ഷരോമങ്ങൾ നീക്കം ചെയ്യുക. പിഴുതെറിയുക എന്നാണ് ഭാഷാർത്ഥമെങ്കിലും നീക്കം ചെയ്യുക എന്നതാണ് ഇക്കാലഘട്ടത്തിലേക്ക് നോക്കിയിട്ട് പ്രസക്തം. കാരണം മറ്റുള്ളത് ബുദ്ധിമുട്ടാണ്, മറ്റേത് പ്രയാസകരമാണ്. വനതുഫുൽ ഇബ്തി, കക്ഷരോമങ്ങൾ നീക്കം ചെയ്യുക, പുരുഷനും സ്ത്രീയും. വൽ ഇസ്തിഹ്ദാദു, മൂന്നാമത്തത് ഗുഹ്യരോമങ്ങൾ നീക്കം ചെയ്യുക, പുരുഷനും സ്ത്രീയും. ഇതൊക്കെ പറയലും മനസ്സിലാക്കലും അനിവാര്യമാണ്. മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലരും ജീവിതത്തിലെ കൊണ്ട് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരൂല. വൽ ഇസ്തിഹ്ദാദു, ഇതൊക്കെ അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ്, ചെയ്യണം. 40 ദിവസത്തിനുള്ളിൽ അങ്ങനെ ചെയ്യാത്തവന്റെ ദുആഇന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. നമ്മളൊരു സദസ്സിൽ നിന്ന് പോകുമ്പോ 10 കാര്യങ്ങളെങ്കിലും ആ സദസ്സിൽ നിന്ന് പഠിച്ചിട്ട് പോകണം. അതിനാണ് ഇത് പറയുന്നത്. കേവലം മരണത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇൽമ് കിട്ടൂല, ഇൽമുണ്ടാവൂല. എന്തെങ്കിലും ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. വൽ ഇസ്തിഹ്ദാദു, ഗുഹ്യരോമങ്ങൾ നീക്കം ചെയ്യുക, സ്ത്രീയും പുരുഷനും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
നാലാമത്തത് വതഖ്ലീമുൽ അൽഫാരി, നഖം മുറിക്കല, നഖം വെട്ടലാണ്. നഖം വെട്ടുന്നതിന്റെ നിയമവും ഷാഫി മദ്ഹബിലെ ഉലമാക്കൾ നമ്മളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കൂല. ഏത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് വലത് കൈ കൊണ്ടാണ്, വലതിനെ മുന്തിക്കുക എന്നുള്ളതാണ്. ആ വലത് കൈയിൽ ഏറ്റവും ബറക്കത്തുള്ള വിരല് മുസബ്ബിഹ വിരലാണ്. കാരണം തഹയ്യാത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിരല് മുസബ്ബിഹ വിരലാണ്. അതുകൊണ്ട് ആദ്യം നഖം വെട്ടേണ്ടത് മുസബ്ബിഹ വിരല് കൊണ്ടാണ് നഖം വെട്ടേണ്ടത്. നമ്മൾ നഖം വെട്ടലില്ല. കാരണം എന്താ? എല്ലാ ദിവസവും ഡെയിലി തിന്നുവാണ്, എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വെട്ടാത്ത ആളുകളുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ നഖം വെട്ടാത്ത ആളുകളും ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഖം വെട്ട് അത് കൊച്ചുകുട്ടികൾ ജനിച്ചിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ കൊച്ചുകുട്ടികളുടെ നഖം ഇങ്ങനെ ഉമ്മമരുന്ന് ഈ പിഴുത് കളയും. കാരണം അവരിങ്ങനെ കൈകൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ പൊറിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ പാട് വീഴും. അതുകൊണ്ട് അവരത് ശ്രദ്ധിച്ചിട്ട് അത് വെട്ടിക്കളയാറുണ്ട്. ആദ്യമായി വെട്ടേണ്ടത് അവന്റെ മുസബ്ബിഹ വിരല. രണ്ടാമത്തത് അതിനോട് ചേർന്ന് നിൽക്കുന്ന 3 വിരല്, ചെറുവിരല് വരെ വെട്ടണം. ആദ്യം മുസബ്ബിഹ വിരൽ വെട്ടി, പിന്നീട് 2, 3, 4 ചെറുവിരല് വരെ വെട്ടിയതിന് ശേഷം പിന്നെ തള്ളവിരല്, വലത് കൈയിലെ തള്ളവിരല് വെട്ടണം. പിന്നെ അവന്റെ ഇടത് കൈ എടുക്കണം. കൈ വെട്ടിയതിന് ശേഷമാണ് പിന്നെ കാല് വെട്ടാൻ പറഞ്ഞത്. ആദ്യം കാല് വെട്ടിയിട്ടല്ല കൈ വെട്ടേണ്ടത്. ഒക്കെ പഠിക്കണം. ദീനാണ്. ദീന് ഓരോന്നും ശ്രദ്ധിച്ച് പഠിക്കണം. ആദ്യം നമ്മുടെ മുസബ്ബിഹ വിരല് വെട്ടി, ചൂണ്ടുവിരല് വെട്ടി, പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന വിരലുകൾ ചെറുവിരല് വരെ വെട്ടിക്കൊണ്ടുവന്ന് പിന്നെ തള്ളവിരല് വെട്ടി, അതിനുശേഷം വിരൽ ഇങ്ങനെ പിടിക്കാം. വിരൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്തായി നമ്മുടെ ഈ ചെറുവിരല് വെട്ടി, ഈ ചെറുവിരല് മുതൽ വെട്ടി നേരെ തള്ളവിരൽ വരെ കൊണ്ടുപോകണം. ഇങ്ങനെ പിടിച്ചല്ല വെട്ടേണ്ടത്, തിരിച്ചു പിടിച്ചിട്ട് ചെറുവിരൽ മുതൽ വെട്ടി തള്ളവിരൽ വരെ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ വലത് കാലിലെ ചെറുവിരൽ മുതൽ വെട്ടി നേരെ ഇടത് കാലിന്റെ ചെറുവിരൽ വരെ. അത് ഒരേ ക്രമത്തിലാണ്. വലത് കാലിന്റെ ചെറുവിരൽ മുതൽ നേരെ ഇപ്പുറത്തോട്ട് വലത് കാലിന്റെ ചെറുവിരൽ വെട്ടി അവിടുന്ന് വന്ന് ഇടത് കാലിന്റെ ചെറുവിരൽ വരെ 10 വിരൽ അങ്ങനെ വെട്ടുക. ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ മസലയാണ് ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണ്ടേ? ഇന്ന് വരെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വെട്ടുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ഇട്ട് വെട്ടിയിട്ട് അവസാനം കൈ കഴുകത്തുമില്ല. കൈയും കാലും പിന്നെ കഴുകണം. കഴുകാതെ ആ വിരൽ വെച്ചിട്ട് എവിടെയെങ്കിലും ചൊറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഷ്ഠരോഗമോ പാണ്ടൊക്കെ ഉണ്ടാവും. കൊച്ചുകുട്ടികളുടെ കഴുത്തിലും ശരീരത്തിലൊക്കെ പാണ്ടൊക്കെ വരാൻ കാരണം എന്താ? ഈ നഖം വെട്ടിയിട്ട് കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ കടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ചൊറിയും. അപ്പൊ അവിടെ വെള്ളപ്പാണ്ട് വരികയാണ്. പിന്നെ അത് അസുഖമായി, പ്രശ്നമായി. കൈകാലുകൾ കഴുകണം. ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ശരിയാണ്. അവന്റെ മീശ വെട്ടണം. മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ വെട്ടണം. ഷാഫി മദ്ഹബിലെ ഉലമാക്കൾ രേഖപ്പെടുത്താണ്. എല്ലാവരും വെട്ടും. താഴത്തെ ചുണ്ടിന്റെ ഇങ്ങേറ്റ അടിഭാഗത്ത് ചെറിയ ചുവപ്പ് കാണത്തക്ക രീതിയിൽ വെട്ടും. എന്നിട്ട് ഇങ്ങനെ വളർത്തിയിട്ട് ഇവിടം വരെ തൂക്കിയിട്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ റാഹത്തായിട്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മിക്ക ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ മീശ വെട്ടി നിർത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാളെ അതിന് വരുമ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് നോക്കുകയും വേണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ താടി ഇങ്ങനെ ഷേവ് ചെയ്ത് വെക്കും. ഷാഫി മദ്ഹബ് പ്രകാരം കറാഹത്താണ്, ഹറാമിനോടെടുത്ത സംഭവമാണെന്ന് പറഞ്ഞ ഉലമാക്കൾ വരെയുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താടി തൊട്ടിട്ടുള്ള പരിപാടിയില്ല. വഅഫിയുൽ ലിഹിയ, താടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നീട്ടി വളർത്തും. മീശയോ മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ ലോകത്തിന്റെ നായകൻ, ലോകത്തെ ഏറ്റവും സുന്ദരനായ വ്യക്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏറ്റവും വലിയ റോൾ മോഡൽ പ്രവാചകനാണ്. ആ നബി തങ്ങൾ ചെയ്തിരുന്നത് അങ്ങനെയാണ്. മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ മീശ വെട്ടി നിർത്തുമായിരുന്നു. വഖസു ഷാരിബി നമ്മൾ ചെയ്യണ്ടേ? നമ്മുടെ ജീവിതത്തിൽ എന്താ സുന്നത്ത്? നമ്മൾ നേരെ വടിക്കുക. ഒളുഹിയത്തൊക്കെ കഴിഞ്ഞ ഉസ്താദെ, അതുകൊണ്ട് റാഹത്തായ നിലയിലെല്ലാം താടിയൊക്കെ വടിച്ച് മീശ എന്നിട്ട് ഇങ്ങനെ വളർത്തിയിട്ട് കൊമ്പം മീശ വളർത്തി ഇങ്ങനെ വെച്ചിരിക്കുക. വേണേൽ പിരിച്ചുകൂടെ വെച്ച് വരും. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ 5 കാര്യങ്ങൾ അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 കാര്യങ്ങളെ ശ്രദ്ധ പതിപ്പിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
ഈ ദുനിയാവിൽ നമസ്കരിക്കാത്ത, നോമ്പ് പിടിക്കാത്ത, സക്കാത്ത് കൊടുക്കാത്ത, ഹജ്ജ് ചെയ്യാത്ത, പാവങ്ങളുടെ കണ്ണീരപ്പാത്ത മനുഷ്യൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് അവന്റെ അടുക്കൽ വന്നുകൊണ്ട് മലക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യബ്ന ആദം ഐന ബദനുകൽ ഖവിയ്യ വമാ അല്ലാഫഹുല്ലൂ. ആദമിന്റെ പൊന്നുമോനെ, ആദമിന്റെ പൊന്നുമോനെ, എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ? ഈ ദുനിയാവിൽ നീ അടിച്ചു പൊളിച്ചവനല്ലയോ, രസിച്ചവനല്ലയോ, കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനല്ലയോ, നമസ്കരിക്കാതെ നടന്നവനല്ലയോ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കലുകൾ കർണപുടത്തിലെ കലകൾ കൊണ്ടിട്ട് ഒന്നുവെടുക്കാതെ നമസ്കാരം ശ്രദ്ധ വെക്കാതെ ഓടിച്ചാടി നടന്നവനല്ലയോ, രസിച്ചവനല്ലയോ? വമാ അല്ലാഫഹുല്ലൂ. നിന്റെ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയത് എന്താണ്? ഇന്ന് നിന്റെ കൈകാലുകൾക്ക് സ്വാധീന ശക്തിയില്ലല്ലോ, അതിനനങ്ങാൻ സാധിക്കുന്നില്ലല്ലോ. ഒന്നാമത്തെ മലക്കവനോട് വീണ്ടും ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ആദമിന്റെ പൊന്നുമോനെ, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുല്ലൂ. നിന്റെ നാവ് ഇവിടെ പോയടാ? ഈ ദുനിയാവിൽ നീ കഴിഞ്ഞ കാലഘട്ടത്തിൽ 60-70 വയസ്സ് വരെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളെ നാവ് കൊണ്ട് വർത്തമാനം പറഞ്ഞ് കീഴടക്കിയവനല്ലയോ? ജനങ്ങളുടെ അഭിമാനത്തിന് നീ ശതം വരുത്തിയവനല്ലയോ? 10 പേര് കൂടുന്നിടത്ത് ജനങ്ങളെ കളിയാക്കി സംസാരിച്ചുകൊണ്ട് നടന്നവനല്ലയോ? ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ വോയിസ് മെസ്സേജ് ഇട്ടുകൊണ്ട് ജനങ്ങളെ കളിയാക്കിയവനല്ലയോ? നീ പല ആളുകളെയും തൃണവൽഗണിച്ചവനല്ലയോ? അലിമീങ്ങളെ ചീത്ത വിളിച്ചവനല്ലയോ? ജനങ്ങളെ അവഹേളിച്ചവനല്ലയോ? സ്വന്തം കുടുംബാദികളെ ചീത്ത വിളിച്ചാനല്ലയോ? വാപ്പയും ഉമ്മയും പറഞ്ഞാൽ കേൾക്കാത്തവനല്ലയോ? അവരെന്തെങ്കിലും പറഞ്ഞാൽ അവരോട് തിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തിക്കുന്നവനല്ലയോ? അസ്കതഹുല്ലൂ. ഇന്ന് നാവിനെ അശക്തപ്പെടുത്തിയതെന്നാ? നിന്നെ നാവിന്ന് ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് മലക്കുള്ളവനോട് ചോദിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് അനക്കാൻ സാധിക്കൂല. ചിന്തിച്ചു നോക്ക്, എന്താണ് അവസ്ഥ? തൊണ്ടക്കുഴിയിൽ ആത്മാവ് നിൽക്കാൻ മലക്ക് വന്നിട്ട് ചോദിക്കും, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ഐന ലിസാനുകൽ ഫസീഹ്. നല്ല വാക്ചാതുര്യമുള്ള നാവായിരുന്നല്ലോ, ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയ, ജനങ്ങളെ കോരിത്തെരിപ്പിച്ച, ജനങ്ങളെ മുഴുവൻ ആളുകളെ പിടിച്ചു നിർത്തിയ, ജനങ്ങളെ അവഹേളിച്ചവനും ചീത്ത വിളിച്ചവനും ഒക്കെ അല്ലേ നീ? വമാ അസ്കതഹുല്ലൂ. നിന്റെ നാവിനെ ഇന്ന് അശക്തമാക്കിയതെന്താ? നാവിന്ന് അനക്കാൻ സാധിക്കുന്നില്ലല്ലോ. എന്ത് പറ്റി, എന്ത് പറ്റി നിനക്ക്, എന്ത് പറ്റി? മലക്ക് നിന്നോട് ചോദിക്കും മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ മറുപടി കൊടുക്കാൻ കഴിയണമെങ്കിൽ, ആ സമയത്ത് കലിമ ചൊല്ലാൻ കഴിയണമെങ്കിൽ, ഈ ദുനിയാവിൽ നിന്നെ നാവ് കൊണ്ട് നന്മ ചെയ്യണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരികയാണ്. ഒരു അറാബിയായ കാട്ടറബിയായ മനുഷ്യൻ നബി തങ്ങളുടെ അടുക്കൽ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ, നബിയേ, എനിക്കൊരു ഉപദേശം നൽകണേ, എനിക്കൊരു വസിയത്ത് നൽകണേ യാ റസൂലല്ലാഹ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത മറുപടി, കുഫാൻക ഹാദാ ആഖിദൻ ബിലിസാനിഹി ബിയദിൽ ലൈസർ. തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നായകനെ പറയുകയാണ്. പ്രവാചകൻ തന്റെ നാവിനെ പിടിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, കുഫാൻക ഹാദാ, ഈ നാവിനെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി.
എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു രക്ഷയുടെ കവചം പറയണേ, രക്ഷയുടെ വാതിലൊന്ന് തുറക്കണേ, എന്റെ മുന്നിലൊന്ന് പറഞ്ഞു തരണേ എന്ന് അള്ളാന്റെ റസൂലിനോട് വന്നുകൊണ്ട് ചോദിക്കുമ്പോ ലോകത്തിന്റെ നായകൻ കൊടുത്ത ഒരേ ഒരു മറുപടി, നിന്റെ നാവിനെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് രക്ഷിച്ചാൽ ഓക്കേ, നാവിനെ സംരക്ഷിക്കണം, ഹറാമായ വർത്തമാനം പറയാൻ പാടില്ല, അള്ളാഹുവുമായിട്ടുള്ള ദിക്റിലായി കഴിഞ്ഞുകൂടണം. തസ്ബീഹ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. فاكثروا فيهن التكبير والتحميد والتمجيد شفيعنا رسول الله. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ രാവുകളിൽ നിങ്ങൾ തക്ബീർ ചൊല്ലണേ, തഹ്മീദ് ചൊല്ലണേ, അൽഹംദുലില്ലാഹ് ചൊല്ലണേ, അല്ലാഹു അക്ബർ ചൊല്ലണേ, അല്ലാഹുവിനെ പുകഴ്ത്തണേ വാഴ്ത്തണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചിന്തിക്ക്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫനായും ഫസാദും പറഞ്ഞ സന്ദർഭമായിരിക്കാം അത്. ചിന്തിച്ചു നോക്ക്. ഈ കഴിഞ്ഞ 10-12 ദിവസങ്ങൾ എത്ര നന്മകൾ നമ്മൾ ചെയ്തു പോയി, എത്ര ദിക്ർ ചൊല്ലി, എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലി, എത്ര അൽഹംദുലില്ലാഹ് ചൊല്ലി, എത്ര അല്ലാഹു അക്ബർ മൊഴിഞ്ഞു. ചിന്തിച്ചു നോക്ക്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അല്ലാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മയ്യളമല്ലി മാ ബൈന ലിഹയൈഹി വമാ ബൈന ഫഖദൈഹി അക്ഫില്ലഹുൽ ജന്ന വഫീ റിവായത്തിൻ അളമില്ലഹുൽ ജന്ന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരൊരുവന്റെ താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും തൊടയെല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയത്തെയും ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നുവോ, അല്ലാഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിധങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കാൻ ആർക്ക് സാധിക്കും? മണ്ടൂരിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് സാധിക്കുമോ? മനുഷ്യനവന്റെ താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും തൊടയെല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയത്തെയും ഹറാമായ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കാമെന്ന് എനിക്ക് ജാമ്യം നിന്നാൽ അല്ലാഹുൽ ജന്ന, അവനെ ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നൽകാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ നബി തങ്ങളുടെ ഒരു വാക്കാണ്. ചിന്തിച്ചു നോക്ക്. നാവ് സൂക്ഷിച്ചാൽ സ്വർഗം. മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരുന്നാൽ മതി ഈ ദുനിയാവിൽ. അത് തന്നെയാണ് ഏറ്റവും വലുത്. ചില ആളുകളുണ്ട് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പറയും, കലവിലെ 10 ആളുകൾ കൂടുന്നിടത്ത് കൂടുതൽ വർത്തമാനം പറയുന്നവനാണ് വലിയ വിവരമുള്ളവനെന്നാണ് പൊതുവെ ധാരണ. അത് തെറ്റാണ്. കുറഞ്ഞ സംസാരം സംസാരിക്കുക, അവനാണ് ഏറ്റവും വലിയ ഫഹമുള്ളവൻ. ഉലമാക്കളുടെ വീക്ഷണത്തിൽ, സൂഫിയാക്കളുടെ വീക്ഷണത്തിൽ. ഒരുപാട് വർത്താനം പറയത്തില്ല, കുറച്ച് കാര്യമുള്ളൂ പറയുള്ളൂ. പറയുന്നതിൽ കഴമ്പുണ്ട്, അതിനാണ് വലിയ കാര്യം. നമ്മൾ 10 ആൾ കൂടുന്നിടത്ത് അങ്ങനെ സംസാരിക്കാൻ നാവ് ശ്രദ്ധിക്കണം കേട്ടോ, നാവ് ശ്രദ്ധിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ മർറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തോട് പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ തഖല്ലലൂ, പല്ലുകുത്തണേ പല്ലുകുത്തണേ, അല്ലയോ ജനങ്ങളെ നിങ്ങൾ പല്ലുകുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അനുയായികളോട് പറയുമ്പോ ഫഖാലൂ, ഉടനെ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഫവല്ലാഹി മാ തഇംനൽ യൗമ തഅമാ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നത്തെ ദിവസം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ, പാനീയങ്ങൾ കുടിച്ചിട്ടില്ല നബിയേ, ഒരൽപ്പം പോലും ഭക്ഷണം കഴിക്കാത്ത ഞങ്ങളോട് ഒരു കുടിനീര് പോലും ഇറക്കാൻ
പല്ലുതേക്കാത്ത ഞങ്ങളോട് അവിടുന്ന് പല്ലുകുത്താൻ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് അനുയായികൾ ചോദിക്കുമ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരറിയണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഇന്നീല അറാ ലഹ്മ ഫുലാനിൻ ബൈന ഫനായാക്കും. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ പല്ലിനിടയിൽ പച്ചമാംസം ഞാൻ കാണുന്നുണ്ട് സാബാ. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫന പറഞ്ഞില്ലയോ, അദ്ദേഹത്തെ കുറിച്ച് ഫസാദ് പറഞ്ഞില്ലയോ, അത് കാരണമായിട്ട് അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ കാണുന്നുണ്ട്. അതാണ് കുത്തിക്കളയാൻ പറഞ്ഞതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാര് ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കേണ്ട പാഠമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കൈകളിൽ എപ്പോഴും ഒരു കമ്പിങ് കഷ്ണം കാണണം. എന്തിനു വേണ്ടി? അയൽവാസികളെ കുറിച്ച്, ബന്ധുമിത്രാദികളെ കുറിച്ച്, സുഹൃത്തുക്കളെ കുറിച്ച്, മുസ്ലിമീങ്ങളെ കുറിച്ച്, അമുസ്ലിമികളെ കുറിച്ച് പോലും എത്രയോ ഫനായും ഫസാദും പറയുന്നവരല്ലയോ, നാവിനെ ശ്രദ്ധിക്കാത്തവരല്ലയോ, നാവിനെ ശ്രദ്ധിക്കാത്തവരല്ലയോ, നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുകയല്ലയോ. നാവ് കൊണ്ട് മോശത്തരം പറയുന്ന സമൂഹമേ, ഇന്നാലിന്ന വ്യക്തികളെ കുറിച്ച് നിങ്ങൾ ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ പച്ചമാംസം കാണുന്നുണ്ട്. അത് കുത്തിക്കളയാനാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണെങ്കിൽ എപ്പോഴും ഒരു കമ്പിങ് കഷ്ടം വേണം. കാരണം എന്താ? പല്ലിനിടെ കുത്താനേ നേരമുള്ളൂ. എപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള വർത്തമാനമാണ്. നിസ്കാരം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി എന്തെങ്കിലും ഒന്ന് പറയും. നിസ്കരിക്കാൻ പള്ളിയിലോട്ട് കയറൂല, കാമത്ത് കൊടുക്കുമ്പോഴേ കയറുള്ളൂ. അതുവരെ വാതിക്ക് എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയം. ഏറ്റവും വലിയ സുഹൃതങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ശേഷമൊക്കെ ഉണ്ട്. ഹജ്ജിന് വേണ്ടി ഇവിടുന്ന് അവിടെ ചെന്നു, മക്കത്തൊന്നും മദീനത്തൊന്നും എയർ കണ്ടീഷൻ റൂം കണ്ടു കഴിയുമ്പോൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങൂല, അവിടെ തന്നെ കുത്തിയിരിക്കുകയാണ്. ഓ, ഇന്നിപ്പോ സാമ്പാർ വന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, പൊരിച്ചമീനില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറ്റപ്പെടുത്തലുകളും വർത്തമാനങ്ങളും മാത്രമായി നമ്മുടെ ജീവിതം വഴിമാറി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നാവ് ശ്രദ്ധിക്കണം. توفي رجل من الصحابة സ്വഹാബത്തിൽപ്പെട്ട ഒരു വ്യക്തി മരണപ്പെടുകയാണ്. സ്വഹാബിയായ ഒരു മനുഷ്യൻ മരണപ്പെടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരണ വീട്ടിലേക്ക് കടന്നു വരുകയാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുയായികൾപ്പെട്ട ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, അബ്ശിറുഹു ബിൽ ജന്ന. നബിയേ, അദ്ദേഹത്തെ സ്വർഗം കൊണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്ക് നബിയേ. അവിടുത്തോടൊപ്പം നമസ്കരിച്ച, അവിടുത്തോടൊപ്പം നോമ്പ് പിടിച്ച, പാവങ്ങളുടെ കണ്ണീരൊപ്പിയ നിരാലംബര കവലംബമായ പരിശുദ്ധമായ ഹജ്ജിന് പോലും തൗഫീഖ് കിട്ടിയ വ്യക്തിയല്ലയോ. അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്ക് നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആയിരക്കണക്കിന് സഹാബത്ത് ഒരുമിച്ച് കൂടിയ സദസ്സിൽ ലോകത്തിന്റെ നായകൻ മയ്യത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നക ലാ തദ്രീ, ഇന്നക ലാ തദ്രീ فلعله أن يتكلم فيما لا يعنيه. നിനക്കറിയില്ല സാബി, നിനക്കറിയില്ല സാബി, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി എന്തൊക്കെ മോശത്തരം പറഞ്ഞിട്ടുണ്ടാകും, ജനങ്ങളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നിനക്കറിയില്ല, നിനക്കറിയില്ല. അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ചിന്തിക്കണേ, ചിന്തിക്കണേ. സ്വഹാബിയായ വ്യക്തിയാണ് മരിച്ചു
മരിച്ചു കിടക്കുന്നത്. എന്നിട്ട് പോലും നബി തങ്ങൾ സൂക്ഷ്മതയുടെ വാക്ക് പറയുകയാണ്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഫനായും ഫസാദും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ എന്നെ കിട്ടൂലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലയോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഫാത്തിമ ഫാത്തിമ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ലോകത്തിന്റെ നായകൻ വന്നുകൊണ്ട് ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമ, ലഖദ് റഅയ്തുന്നാർ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഞാൻ കത്തിച്ചൊലിക്കുന്ന നരകം എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. എന്റെ കണ്ണുകൊണ്ട് ഞാൻ നരകത്തെ നേരിട്ട് കണ്ടു. വറഅയ്തു ഫീഹാ ഇംറഅതാ, അതിലൊരു പെണ്ണിനെ ഞാൻ കണ്ടുപോയി. എങ്ങനത്തെ പെണ്ണെന്നറിയുമോ? മുഅല്ലഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനന്നാർ, അവളുടെ നാവിനെ സബാനിയാക്കണാകുന്ന മലക്കുകൾ വലിച്ചു വലിച്ചു നീട്ടിയിട്ട് നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ടുണ്ടാക്കിയ തൂണിലേക്ക് അവരുടെ നാവിനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. നാവിനെ വലിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത കാഴ്ചയാണ് ഫാത്തിമ, അതൊരു വല്ലാത്ത രംഗമാണ് ഫാത്തിമ, അതൊരു ഭീമത്സകമാകുന്ന രംഗമാണ് ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, മൻ ഹാദി യാ റസൂലല്ലാഹ്, നബിയേ, ആരാണ് നബിയേ, ആരാണ് നബിയേ, ആ ഹതഭാഗ്യനാണ് നബിയേ, ആ പെണ്ണാരാണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നായകനെ ഭയപ്പാട് വിട്ടുമാറാതെ റസൂലുള്ള പറയുകയാണ്, ഫാത്തിമ ഫാത്തിമ, ഹദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ, നാവിന് നീളമുള്ള പെണ്ണാണ്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് അയൽവാസികളോട്, കൂട്ടുകാരികളോട് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ എന്റെ ഭർത്താവ് എനിക്കൊന്നും നൽകുന്നില്ല, എന്റെ ഭർത്താവൊന്നും തന്നെ ചെയ്യുന്നില്ല, അവൻ മോശപ്പെട്ടവനാണെന്ന് കമന്റ് അടിക്കുന്നവരില്ലയോ, വിളിച്ചു പറയുന്ന പെങ്ങളില്ലയോ, മലബാറുള്ള സഹോദരിമാരില്ലയോ? സ്വന്തം ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയുന്നവരെ, സ്വന്തം കുടുംബത്തെ കുറിച്ച് ഗീബത്ത് പറയുന്നവരെ, നമീമത്ത് പ്രചരിപ്പിക്കുന്നവരെ, ജമാഅത്തുകളിൽ ഭദ്രതയുണ്ടാക്കാതെ ചിത്രത വെക്കാൻ ശ്രമിക്കുന്നവരെ, ജമാഅത്തുകൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ, നാവ് കൊണ്ട് മോശത്തരം സംസാരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്ന സമൂഹമില്ലയോ? പള്ളിയുടെ മുറ്റത്തിരുന്ന്, കവലകളിലിരുന്ന്, ചന്തകളിലിരുന്നു കൊണ്ട് ചന്തത്തരം വിളമ്പുന്നതുപോലെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച്, ദീനിന്റെ അഹ്ലുകാരെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച്, ഉലമാക്കളെ കുറിച്ച്, മുത്തഅല്ലിമീങ്ങളെ കുറിച്ച്, എന്തിനേറെ നാട്ടിലുള്ള പാവപ്പെട്ട പട്ടിണി പാവങ്ങളെ കുറിച്ച് മോശത്തരം സംസാരിക്കുന്നവരുണ്ടോ? അവർക്കാണ് ശിക്ഷയുള്ളതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ കത്തിച്ചലിക്കുന്ന തൂണിനോട് അവരുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടിരിക്കുകയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ സഹോദരിമാരെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നാവ് കൊണ്ടുണ്ടാകുന്ന ശിക്ഷയാണ്, നാവ് കൊണ്ടുണ്ടാകുന്ന ശിക്ഷ. നബിതങ്ങൾ പറഞ്ഞു, ആദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ, നാവിന് നീളമുള്ള പെണ്ണാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മലക്ക് വന്നുകൊണ്ട് അവനോട് വീണ്ടും ചോദിക്കുകയാണ്, ഐന അഹ്ലുക വഖറാബതുക വമാ ഔഹശക മിൻഹുമുൽ
എവിടെ പോയടാ നിന്റെ കുടുംബാദികൾ, എവിടെ പോയടാ നിന്റെ ബന്ധുമിത്രാദികൾ? അവരെല്ലാവരും നിന്നെ ഒറ്റക്കിട്ടുകൊണ്ട് യാത്ര പോയല്ലോ, യാത്ര പോയല്ലോ. മരിക്കുന്നതിന് മുമ്പ് നീ പറഞ്ഞു, എനിക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, എളാപ്പയുണ്ട്, കൊച്ചാപ്പയുണ്ട്, മൂത്താപ്പയുണ്ട്, ജ്യേഷ്ഠ അനുജന്മാരുടെ വലയം എനിക്കുണ്ട്, ഒരുപാട് സുഹൃത്ത് വലയം എനിക്കുണ്ട്, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ഒറ്റക്കാക്കിയിട്ടുള്ള യാത്രയെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? തൊണ്ടക്കുഴിയിൽ ആത്മാവത്തി കിടക്കുന്ന മനുഷ്യന്റെ സമുദ്രത്തിൽ വന്നുകൊണ്ട്, സഹോദരിയുടെ ചാരത്ത് വന്നുകൊണ്ട് മലക്ക് വിളിച്ചു ചോദിക്കുകയാണ്, ഐന അഹ്ലുക വഖറാബതുക, നിന്റെ കുടുംബം എവിടെ? നിന്റെ ഉപ്പ എവിടെ? നിന്റെ ഉമ്മ എവിടെ? നിന്റെ ഭർത്താവ് എവിടെ? നിന്റെ ഭാര്യ എവിടെ? നിന്റെ മക്കൾ എവിടെ? നിന്റെ ബന്ധുമിത്രാദികൾ എവിടെ? നിന്റെ സമ്പത്ത് എവിടെ? വമാ ഔഹശക മിൻഹുമല്ലോ, ഇന്ന് നീ അവരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു പോയില്ലയോ? എത്ര പ്രവാസ ജീവിതം നയിച്ചാലും 50 കൊല്ലം കഴിഞ്ഞാലും നാട്ടിലെത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം കഴിയണമെന്നുള്ള ആശ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, ആ നാട്ടിലേക്ക് നീ വന്നിട്ട് നീ മരണത്തിലേക്ക് പോയ സമയത്ത് മരിക്കുന്ന മനുഷ്യ, മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യ, വമാ ഔഹശക മിൻഹുമല്ലോ, 30 കൊല്ലമോ 40 കൊല്ലമോ 50 വർഷവുമായിട്ട് നീ കഷ്ടപ്പെട്ടുണ്ടാക്കി നിന്റെ സമ്പത്ത് മുഴുവനും നിനക്ക് ആസ്വദിക്കാൻ സാധിക്കാതെ പോകേണ്ടി വരികയല്ലയോ? നിന്നെ ഒറ്റപ്പെടുത്തിയതെന്താണ്? നിന്നെ ഒറ്റപ്പെടുത്തിയതെന്താണ്? നിന്റെ ഭാര്യയില്ല, നിന്റെ മക്കളില്ല, നിന്റെ കുടുംബമില്ല, നിന്റെ ഭർത്താവില്ല, ഒരാളുമില്ല. നിന്നെ ഒറ്റപ്പെടുത്തിയതെന്താ? മലക്ക് നിന്നോട് ചോദിക്കും, മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ഈ കസേരയിലിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് മുന്നോട്ട് വന്ന് നോക്കി വരണം. ചെള്ളയുണ്ട്, നോക്കി വാ, എല്ലാവരും വാ. ചെളിയിലൊന്നും ചവിട്ടാൻ കൊണ്ട് ആവശ്യമില്ല. മുന്നോട്ട് വാ, എല്ലാവരും വന്ന്. ഒരാൾ പോലും മാറിയിരിക്കരുത്, എല്ലാവരും അടുത്ത് പോവാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. നിയത്തുകൾ അള്ളാഹു സാധൂകരിക്കട്ടെ. നല്ല മരണം അള്ളാഹു നമുക്ക് എവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല മരണം കൊതിക്കുന്നില്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ലവരുടെ ചാരത്ത് നല്ല രീതിയിൽ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1000 രൂപ വെച്ച് കഴിയുന്ന സഹോദരങ്ങളൊന്ന് വേഗം പറയണം. വേഗം. ഞാൻ ഇന്ന് തുടക്കമിടുകയാണ്. അതിൽ കഴിയുന്ന സഹോദരൻ നാളെ ഇൻഷാ അല്ലാഹ് മറ്റന്നാളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹായിക്കണം. 1000 രൂപ വെച്ച് പറയുന്നവർ അള്ളാഹു തൗഫീഖ് തരട്ടെ. വരുന്ന ദിവസങ്ങളിലൊക്കെ അവർക്ക് ദുആയിൽ പങ്കാളികളാകും. ഒന്ന് കൈയുയർത്തിയാൽ മതി. 1 ബിസ്മില്ലാ. വേഗം പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. 2 വേഗം പറഞ്ഞു. ബിസ്മില്ലാ. 3 വേഗം പറഞ്ഞോളൂ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പറഞ്ഞവരുടെ പേര് എഴുതണം. ബിസ്മില്ലാ. നിങ്ങളുടെ പുറകിൽ തന്നെ ഒരാളുണ്ട്. നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. പേര് മുഹമ്മദ് ഷാഫി. നിങ്ങളുടെ പേരെന്താ? ഷാദിൽ ഇമാമിന്റെ പേരാണ്. നല്ല പേരാണ്. അടുത്താരാ? വേറെ ഒരാൾ, മൂന്നാമത്തെ ഒരാൾ പറഞ്ഞല്ലോ. പേരെന്താ? മുസ്തഫ. ഇനിയുണ്ട്. വേഗം പറഞ്ഞോളി. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, നിയത്തുകൾ സാധൂകരിക്കണേ അല്ലാ. 3 സഹോദരങ്ങളുടെയും ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലൂപത്തുകളെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. വേഗം പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്താരാണ്? സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒന്ന് നോക്കിയ. വേഗം നോക്കിയ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നിയത്തുള്ള അള്ളാഹു സാധൂകരിക്കട്ടെ. പ്രളയക്കെടുതികളിൽ നിന്ന് അള്ളാഹു നമ്മളെയും ലോക മുസ്ലിമീങ്ങളെയും നമ്മുടെ ഈ രാജ്യത്തെയും ഒക്കെ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സംരക്ഷിക്കട്ടെ. ഉറക്കാമേം പറയുന്ന അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോയി നോക്കി. വേഗം. ഇന്ന് മഴയായതുകൊണ്ടാണ് തുടങ്ങാൻ ഇച്ചിരി വൈകിയത്. നാളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും നേരത്തെ എത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ്. പറഞ്ഞു
അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരും വരുമ്പോൾ എല്ലാവരും മീശയൊക്കെ ഒന്ന് വെട്ടി റെഡി ആയിക്കോളി കേട്ടാ. നാളെ വരുമ്പോൾ എല്ലാവരും നോക്കണേ ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തല്ലേ പിന്നെ നമ്മളെന്തിനാ മടിക്കുന്നത്? മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ നമ്മൾ ആ സുന്നത്ത് എടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് ആമീൻ പറയുന്നൊരു കട്ടി വല്ലാതെ കുറഞ്ഞു പോയി. ഒന്നറക്കെ പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. വസ്തു വിറ്റ് കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന ഒരു സഹോദരൻ, അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, ആ സഹോദരനെ നീ ഖബൂലാക്കണേ അല്ലാ. ഖൈറായ നിലയ്ക്ക് വസ്തു വിറ്റ് പോകുവാൻ ആ സഹോദരന് നീ തൗഫീഖ് നൽകണേ അല്ലാ. സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കുമാറാവട്ടെ. ഭാര്യ സാലിഹ്യങ്ങളാകുന്ന മക്കൾക്ക് വേണ്ടി ദുആരക്കാൻ വേണ്ടി 501 രൂപ ഒരു സഹോദരൻ. അല്ലാഹുവേ സഹോദരന്റെ നിയത്ത് നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇതെനിക്ക് ഭക്ഷണം നൽകിയത് അബ്ദുൽ കരീം എന്ന് പറയുന്ന ഒരു പ്രവാസിയായ സഹോദരനാണ്. അദ്ദേഹം നാളെ തിരിച്ച് യാത്ര പോകണം. അല്ലാഹു അദ്ദേഹത്തിന്റെ യാത്രയിൽ ബർക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ആസാദ്, അതുപോലെ തന്നെ കുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അവരുടെ നിയ്യത്തുകൾ അല്ലാഹു സാധൂകരിക്കുമാറാവട്ടെ. അതുപോലെ ഇതിന്റെ പ്രവർത്തകർ, ഇസ്ലാമിക് സെന്ററിന്റെ മുഴുവൻ പ്രവർത്തകർക്കും അവരുടെ കുടുംബാദികൾക്കും അവരോട് സ്നേഹം വെച്ച് പുലർത്തുന്ന നല്ലവരായ നാട്ടിലുള്ള ഓരോരുത്തർക്കും, നമ്മുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ബഹുമാന്യനായ നമ്മുടെ ഉസ്താദ്, ഹത്തീബ് ഉസ്താദ്, മുഅല്ലിമീങ്ങൾ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളടക്കം വളരെ ആവേശത്തോടുകൂടി, നിങ്ങൾ ഒരാൾ പോലും ഇരുന്നിട്ട് ഒറ്റ ഒരാൾ പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും വളരെ താല്പര്യത്തിലും വളരെ ദീനിനോട് വലിയ കൂറും പ്രതിബദ്ധതയും ഉള്ളവരാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നല്ല മഴ പെയ്തപ്പോ ഈ മഴയത്ത് സത്യം പറഞ്ഞ ഒരാൾ പോലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നിട്ട് പോലും ഇത്രയും പേര് എത്തിയല്ലോ. അത് ആ ദീനിനോടുള്ള പ്രതിബദ്ധതയാണ്. ആദ്യത്തെ ദിവസം തന്നെ ആയിട്ട് പോലും താല്പര്യപൂർവ്വം ഇത്ര ആളുകൾ വരിക എന്ന് പറയുന്നത് ദീനിനോടൊരു താല്പര്യം നിങ്ങൾക്കുണ്ടായിട്ടാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നാളെ മഴ ആയിരുന്നാൽ തന്നെയും നിങ്ങൾ നേരത്തെ എത്തണം. അല്ലാഹു നമുക്ക് അനുകൂലമായ കാലാവസ്ഥ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ. അല്ലാഹുവിന്റെ സദഖ സ്വീകരിക്കുമാറാവട്ടെ. നിയ്യത്ത് അല്ലാഹു കബൂലാക്കട്ടെ. നിയ്യത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. സഹോദരിക്ക് നീ ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായിട്ട് കുട്ടികളില്ലാത്ത മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി. അല്ലാഹുവേ ആ സഹോദരിയുടെ വിഷമം നീ തീർത്തു കൊടുക്കണേ അല്ലാ. ആ സഹോദരിയുടെ പ്രിയപ്പെട്ട മകന് സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഉൾപ്പെടുത്തണേ അല്ലാ. ഇതേതാ മാസം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ാകുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. മുഴുവൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തൗഫീഖ് തരട്ടെ.
അൽഹംദുലില്ലാ. ഒരു 3 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال، وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان المنفس عن كل مديون، سبحان المفرج عن كل محزون، سبحان من أمره بين الكاف والنون، سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرد الهموم ويا مفرد الهموم والغموم فرج همومنا وغمومنا يا الله. يا حي يا قيوم برحمتك نستغيث. سبحان الله العظيم بحمده، سبحان من يجير ولا يجار عليه، سبحان من لا يبرأ من الحول والقوة إلا إليه، سبحان من التسبيح بمنه على من اعتمد عليه، سبحان من يسبح كل شيء بحمده. سبحانك اللهم لا إله إلا أنت يا من يسبح له الجميع تداركنا بعفوك فإنا جزوء يا أرحم الراحمين. سبحان الأبدي الأبد، سبحان الواحد الأحد، سبحان الفرد الصمد، سبحان رافع السماء بغير عمد، سبحان من بسط الأرض على الماء فجمد، سبحان من خلق الخلق وحصاهم عددا، سبحان من قسم الأرزاق ولم ينس أحدا، سبحان من لم يتخذ صاحبة ولا ولدا، سبحان من لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيك وترضى بها عنا يا أرحم الراحمين. أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ചൂടൽ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിൽ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ റബ്ബേ. നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട് റബ്ബേ. ഈ സദസ്സിൽ വന്ന് ചേർന്ന സഹോദര സഹോദരിമാർക്കുണ്ട് അല്ലാ. ഇതിന്റെ സംഘാടക സമിതിക്കുണ്ട് റബ്ബേ. ഞങ്ങളുടെ നിയ്യത്തുകളെ നീ സാധൂകരിക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളെ പ്രയാസങ്ങൾക്കും നീ അറുതി വരുത്തണേ റബ്ബേ. കടം കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. അത് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ്, നീ കബൂലാക്കണേ അല്ലാ. ആരെല്ലാം ഈ സംരംഭത്തിലേക്ക് സംഭാവന നൽകിയവരുണ്ടോ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പ നിരാലംബർക്ക് അവലംബമാകാൻ ആരൊക്കെ കൈകോർത്തവരുണ്ടോ, MFIP ലൈവിലൂടെ സംഭാവന നൽകിയ 1000 രൂപ സംഭാവന പറഞ്ഞ മുസ്തഫ എന്ന സഹോദരൻ, 501 രൂപ സംഭാവന പറഞ്ഞ ഫിറോസ് എന്ന സഹോദരടക്കം അല്ലാഹുവേ സർവർക്കും ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ.
ഞങ്ങൾ നൽകിയ സംഭാവനകളെ സ്വീകരിക്കണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. എല്ലാവിധ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, കഴിഞ്ഞ 2 ആഴ്ചകളായി ഞങ്ങൾക്ക് നൽകിയ പ്രളയങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇന്നും ആ പ്രളയക്കെടുതിയിൽ കിടക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, ഇവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. ഈ വിനീതന്റെ നാടുകളടക്കം എത്രയോ സഹോദരങ്ങളാണ്, എത്രയോ സഹോദരിമാര് ജാതിമത ഭേദമന്യ പ്രയാസം അനുഭവിക്കുന്നവർ. അവരുടെ പ്രയാസത്തിൽ ഞങ്ങളും പങ്കാളികളാകുന്ന റബ്ബേ, അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ, നാട്ടിലുള്ള നല്ലവരായ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഖൈറായ ജീവിതം നൽകണേ അല്ലാ. അനുയോജ്യമായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാരികവും സാരിയത്തുമായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാ. 5 വഖത്ത് നമസ്കാരം ചിട്ടവെക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങളുണ്ട്, കുടുംബാദികളുണ്ട്. ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇസ്ലാമിക സഞ്ചരന് സഹായകമായി വർത്തിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. ആരെല്ലാം ഇതിനു വേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണ വെച്ചവരുണ്ടോ അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തകരെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ മാസത്തിൽ ഞങ്ങൾ നടത്തിയ ഉദ്ഹിയ്യത്ത് എന്ന പരിക്രമത്തെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ആരെല്ലാം ഏതൊക്കെ നിലയിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലുകൾ നേതൃത്വം നൽകുന്ന ഉലമാക്കൾ, ഉമറാക്കൾ സർവരെയും സ്വീകരിക്കണേ റബ്ബേ. ഈ മഹല്ലിന്റെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. നീ അവരെ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം നിലനിർത്തണേ അല്ലാ. മഹല്ല് നീ കെട്ടുറപ്പുള്ളതാക്കണേ അല്ലാ. ദീൻ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് റഹ്മാനെ. ദീന് കേൾക്കാനും പഠിക്കാനും അത് നുകരാനും അതനുസരിച്ച് ജീവിക്കാനും താല്പര്യപൂർവ്വം രംഗത്ത് വന്നിട്ടുള്ളവരാണ് റബ്ബേ. ഖൈറിലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. സർവോപരി ഞങ്ങൾ രോഗികളുണ്ട്, മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, സഹജനങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽവാസികളുണ്ട്. സർവർക്കും പരിപൂർണ രോഗശമനം നൽകണേ റബ്ബേ. മരണപ്പെട്ടു പോയവരുണ്ട്, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണം റബ്ബേ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. بحق سيدنا محمد صلى الله عليه وسلم وآل سيدنا محمد صلى الله عليه وسلم وأصحاب سيدنا محمد صلى الله عليه وسلم. നബീസ അതുപോലെ തന്നെ ഖദീജ. ഇത് എമൗണ്ട് ആണ് എഴുതിയിരിക്കുന്നത് 550 501 അല്ലേ? 501 550 വെച്ചിട്ട് അല്ലാഹുവരെ സ്വീകരിക്കട്ടെ. അല്ലാഹുവെ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അവരുടെ നിയ്യത്തുകൾ നീ സാധൂകരിക്കണേ അല്ലാ. ബിഫളിലി സല്ലല്ലാഹു
على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കട്ടെ. വാഖിറു ദഅവത്തിന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.